TGS മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് കുട്ടികൾക്ക് മാത്രമായി നീക്കി വെച്ചിട്ടുള്ള ഒരിടമുണ്ട്, ജവഹർലാൽ നെഹ്റു പാർക്ക്. ഇവിടത്തെ കാഴ്ചകൾ അല്പം ഭയപ്പെടുത്തുന്നതാണ്. പൊട്ടിവീണ ഊഞ്ഞാലുകൾ, തുരുമ്പിച്ച സ്ലൈഡറുകൾ, കാട് പിടിച്ച് കിടക്കുന്ന പല ഭാഗങ്ങളും. നമ്മുടെ കുരുന്നുകളുടെ സുരക്ഷ ഇവിടെ ചോദ്യചിഹ്നമാവുകയാണ്. ഈ പാർക്കിലെ ഇങ്ങനെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് കുട്ടികളുമായി നിരന്തരമായി വരുന്ന സുദർശൻ കേശവൻ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പാർക്കിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കം മുതലുള്ള കുറെ കളി ഉപകരണങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇതിൽ പിന്നെ കുറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതനായിരുന്നില്ല. ഈ പാർക്കിൽ അവിടെ ചെറിയൊരു കുളം പോലെ അന്ന് ഒരു ഫെൻസിങ് കെട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഒരുപാട് റിക്വസ്റ്റിൽ കൊടുത്ത ഒരാൾ ഞാനാണ്. അപ്പം അതിനുശേഷം അവർ ഒരു 5-6 വർഷം അതൊന്നും ചെയ്യാതിരുന്നിട്ട് പിന്നീടാണ് അവസാനം ഒരു ഫെൻസിങ് ഒരു സ്റ്റീലിൻ്റെ വെച്ചത്. അപ്പം അതേപോലെ തന്നെ ഈ കളിയുപകരണങ്ങളെ തന്നെ ഒരു കുട്ടി താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ തല ഇടിക്കാവുന്ന സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മൗണ്ടൻ മറ്റൊരു കയറോട് കെട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി താഴെ വീണു. എന്തോ ഭാഗ്യത്തിന് അവൻ്റെ തല ആ ചരടിൽ തന്നെയാണ് ഇടിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ കുറവാണ് ഇതിൽ ഉള്ളത്. തന്നെ കളിയുപകരണങ്ങളുണ്ട്, പക്ഷെ ഒന്നും ശാസ്ത്രീയമായിട്ട് വെച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് ഇവർ ഒന്നുകൂടി ഒരു ആക്റ്റീവ് ആവണം. ഏരിയകൾ പാർക്കാണ്, വന്നു പോകാനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞ് ഏറ്റവും നല്ല വലിയ പാർക്ക് ഇതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും കൂടുതലുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് കുട്ടികൾക്ക് ഉപകാരം. കാരണം നമുക്കൊരു ഹെൽത്ത് ആണല്ലോ പ്രധാനം. അവർക്ക് ഒരു മാനസികവും അതുപോലെ കായികമായിട്ടുള്ള ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഇത് നന്നാക്കി എടുക്കണം. അതിനുള്ള വേണ്ടിയിട്ടുള്ള ഭരണാധികാരികൾ ഇപ്പോൾ ഉണ്ട് ഒന്നുകൂടി. അപ്പൊ അവർക്ക് ഇതിൽ ഒരു മേൽനോട്ടം വഹിക്കാവുന്നതാണ്. ഭരണസമിതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ അവർ ഇനിയും ചെയ്യണം. ഇത് കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരുപാട് ഉപകരണങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അവരും ഇതുപോലെ തന്നെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. വേറൊരു വാദഗതി ഒരാൾ പറഞ്ഞത്, ഇവിടെ ഈ ഉപകരണങ്ങളൊക്കെ ശരിയാക്കി എല്ലാം വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇപ്പം നമ്മൾ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് തിരിയണ യന്ത്രവും ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് പിള്ളേര് പോവില്ല, ഇവിടെ തന്നെ വന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും. ഇപ്പൊ കുറച്ച് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഒരു സാധ്യത എക്സിബിഷനിലൊക്കെ എക്സിബിഷൻ എന്ന് പറഞ്ഞ കാലങ്ങളായിട്ട് ഉണ്ടാകുന്ന എക്സിബിഷൻ അതൊരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിന് വരിക, ഒരു എക്സിബിഷൻ കാണുക, തിരിച്ചു പോവുക എന്നുള്ളതിലേക്ക് അവരുള്ള ഉപകരണം. അതിപ്പോ ജസ്റ്റ് ഒരു ഷോർട്ട് ടൈം അല്ല, ഒരു മാസം. ശരിക്കും പറയുകയാണെങ്കിൽ ബോട്ടിംഗ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ചെയ്തൂടെ? ഇവിടെ ചെയ്യാൻ പറ്റുമല്ലോ. ചെയ്യാൻ പറ്റും. ഇവിടെ പണ്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ബോട്ടിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തുടങ്ങി, അത് അവസാനിപ്പിച്ചു. പിന്നെ ഇപ്പൊ ഈ മൗണ്ടൻ എന്ന് പറഞ്ഞ സാധനം, വാട്ടർ ഫൗണ്ടൻ എന്ന് പറഞ്ഞ സാധനം, ഇത് ബാംഗ്ലൂരൊക്കെ ഉള്ളതാണ്, കബൻ പാർക്കിലൊക്കെ ഉള്ളതാണ്. അതിപ്പോ വന്നത് വലിയ ഒരു സംഭവമായിട്ടൊരു വികസനമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇനിയും ഇതിന്റെ സാധ്യത, ടൂറിസം സാധ്യതകൾ കൊണ്ടുവരാം. അപ്പൊ ആ നിലയ്ക്ക് ചില സംഭവങ്ങൾക്ക് ചെറിയൊരു ഫീസ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് സർക്കാരിനും അതിൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും നിലയ്ക്ക്. പ്രത്യേകിച്ച് ടൗണാണ്. തൃശ്ശൂർക്കാർക്ക് ടൗണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം മറൈൻ ഡ്രൈവ് പോലെ ഒരു പ്ലേസ് ഇല്ല. തിരുവനന്തപുരത്തുകാർക്കും എന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് അവർക്കൊരു കോവളം ബീച്ച് അടുത്തുണ്ട്, ശംഖുമുഖം പാർക്കുണ്ട്, വേലിയുണ്ട്. ഒരു ചോദിക്കട്ടെ, ഈ വടക്കേച്ചിറ വളരെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു, ഇതിപ്പോ അടച്ചു. അതിനു വേണ്ടി എന്താ അഭിപ്രായം? അതിനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോട്ടിങ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്ത് തന്നെ അതൊരു റിലീജിയനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലേസ് ആണ് അത്. അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ ഒരു ബോട്ടിംഗ് ഒക്കെ പിന്നെ നിർത്തിയെന്നല്ല. അപ്പൊ അതിൽ നമ്മൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആൾക്കാർക്ക് വൈകിട്ട് വന്നിരിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു സാധ്യതയിൽ നമ്മൾ ഒന്നുകൂടി നോക്കിയാൽ മതി. പിന്നെ അതൊരു അമ്പലമൊക്കെ അപ്പുറത്തുള്ളതുകൊണ്ട് അവിടുത്തെ ഒരു ആറാട്ടം നടക്കുമ്പോൾ പിന്നെ അവിടുത്തെ തിരുമേനിമാര് കുളിക്കുന്ന ഒരു ഇതുള്ളതുകൊണ്ട്. ഞാൻ തിരിച്ചൊരു കൗണ്ടർ പറയാണ്, വേസ്റ്റ് കൊണ്ടിട്ട് കിടന്നിരുന്നൊരു കുളമായിരുന്നു അതൊരു കാലത്ത്, ഞാൻ എന്റെ ഓർമ്മയില്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പരിഭാവന അവിടെ ഉണ്ടായിരുന്ന എന്റെ അനുമാനത്തിലില്ല. വേസ്റ്റ് അല്ല, അത് ചണ്ടി വളർന്നതാണ്. വേസ്റ്റ് കൊണ്ടല്ല, ചണ്ടി വളർന്നിട്ട് അത് ശരി ഏതൊരു അമ്പലക്കുളങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും അത് ഈ ഇതുപോലെ ചണ്ടി പിടിച്ച് കിടക്കുമ്പോൾ ആ ഒരു പ്ലേസിൽ മാത്രം അവര് മറ്റൊരു വാട്ടർ അതിന്റെ വെള്ളം പരിഭാവനമായിട്ട് കാണുക എന്നുള്ളൊരു ഇതാണ്. പുഴയൊന്നും അടുത്തില്ലാത്തതുകൊണ്ട്, കടലൊന്നും അടുത്തില്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ടിരുന്നത്. അപ്പം അന്ന് ചണ്ടി മാറ്റിയത് ഇവിടുത്തെ ആൾക്കാർ എല്ലാം കൂടിയിട്ട് സഹകരിച്ച് നാട്ടുകാരും പൗരസമിതിയൊക്കെ കൂടിയിട്ട് തന്നെയാണ് മാറ്റിയത്. നേരെ മറിച്ച് വൈകിട്ട് ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള വയോജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും അതുപോലെ ആളുകൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് നിലയ്ക്കല്ല, വൈകിട്ട് ഒരു സന്തോഷത്തോടെ വന്നിരുന്നിട്ട് കാറ്റ് കൊണ്ടിട്ട് പോകാമെന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് ഗുണകരമാവും. നഗരത്തിന്റെ തിരക്കുകൾ നിന്നൊക്കെ മാറി അല്പം ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തൃശ്ശൂർക്കാർക്ക് ഇന്നൊരു ഇടമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പൂരപ്പറമ്പുണ്ട്, ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറയാം. അവിടുത്തെ വിശേഷങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെയല്ലേ അറിയുള്ളൂ. എന്തായാലും പുതിയ ഭരണസമിതി
ഇതിന് ഈ കുട്ടികളുടെ പാർക്ക് ഒന്നും കൂടി നവീകരിച്ച് ഏറ്റവും നല്ല ഒരു പാർക്കായിട്ട് മാറ്റട്ടെ. അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിലെ ഒരുപാട് ഫണ്ടുകൾ ചെലവഴിക്കുമ്പോൾ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ ആക്കുവാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത പുതിയ വാർത്തയുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.